ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അർജൻറ്റ് അപ്ഡേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. കാരണം നമ്മളെല്ലാവരും വളരെ പെട്ടെന്ന് ലോൺ എടുക്കാൻ ആശ്രയിക്കുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. നമുക്കൊരു 50% ആൾക്കാർക്കും അല്ലെങ്കിൽ 60% ആൾക്കാർക്കും അറിയാവുന്ന RBI അപ്രൂവുള്ള നല്ല സൂപ്പർ ആപ്ലിക്കേഷനാണ്. അധികം ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ അത് പറയാനാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സാലറി ഇല്ലാതെയും സാലറി ഉള്ളവർക്കും അതിനനുസരിച്ച് ലോൺ കിട്ടുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. സാലറി ഇല്ലാത്തവരും സാലറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതിൽ കൊടുക്കുക, ഒരു കമ്പനിയുടെ പേര് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡോ ബിസിനസ്സോ എന്ന് പറഞ്ഞ് ചെയ്യരുത്, കിട്ടില്ല. നിങ്ങൾ സാലറി തന്നെ ആ ഒരു ഫില്ല് ചെയ്യുന്ന ഭാഗങ്ങളിൽ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാനെന്ന കാര്യം, നമ്മൾ ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരുവിധം സിബിൽ സ്കോറുള്ള, ഒരുവിധം എന്ന് വെച്ചാൽ ഒരു 730 സിബിൽ സ്കോറുള്ള ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് വെച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ OTP വഴി എനിക്ക് തന്നു, OTPയും കാര്യങ്ങളെല്ലാം തന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടി അദ്ദേഹത്തിന് ഏകദേശം ഒരു 15,000 രൂപ EMI ലോണായി എടുത്തിരുന്നു. അദ്ദേഹം ഇന്നാണ് അതിൻ്റെ EMI അടച്ചത്. 2 ദിവസം ഡ്യൂ ആയി. ഇന്ന് ക്യാഷിൻ്റെ എന്തോ പ്രശ്നങ്ങളായിരിക്കാം. ഇനി 2 EMI കിടപ്പുണ്ട്, 5,068, 5,084. ഇന്ന് കുറച്ചൊരു 11 രൂപയോളം കൂടിയായിരുന്നു. അപ്പോൾ 5,079 സംതിങ്ങാണ് ഇന്ന് EMI ആയിട്ട് അടച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ അദ്ദേഹം എടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം ആദ്യമേ എടുത്തത് ലെവലപ്പ് ലോൺ എന്നാണ് എടുത്തത്. 39,000 രൂപ, അതായത് 39,000 രൂപ അപ്ലൈ ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ ക്യാഷ് ലോൺ 1,46,000 രൂപ ഗൂഗിൾ പിന്നെ 1,46,000 രൂപ ട്രൂ ബാലൻസ് കാണിച്ചു, അത് റിജക്റ്റായി. പിന്നെ ലെവലപ്പ് ജൂൺ 26-ാം തീയതിയാണ് 1,559 രൂപ അദ്ദേഹത്തിന് ലെവലപ്പ് ലോണായിട്ട് കിട്ടിയത്. ശ്രദ്ധിക്കുക, ഇത് 730 സിബിൽ സ്കോറുള്ള ഒരു വ്യക്തിയുടെ ലോൺ ട്രാക്കാണ്. അത് അദ്ദേഹം ഒറ്റ സമയത്ത് തന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഓഗസ്റ്റ് 4-ാം തീയതി കിട്ടിയിരിക്കുന്നത് 3,467 ആണ്. അതും അദ്ദേഹം ക്ലോസ് ചെയ്തു. പിന്നെ ലെവലപ്പ് ലോണായിട്ട് കിട്ടിയിരിക്കുന്നത് 12,092 ആണ്. അതും അദ്ദേഹം ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഏകദേശം 3 തവണയായിട്ട് അദ്ദേഹം ക്ലോസ് ചെയ്തു. പിന്നെ അവസാനമായി കിട്ടിയിരിക്കുന്നത് 15,231 രൂപയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാം. അവിടെ അദ്ദേഹത്തിന് 5,079 രൂപ EMI ആണ്. അതിൽ താഴെ ഇൻട്രസ്റ്റ് റേറ്റ് 2 ദിവസം കൂടിയതുകൊണ്ട് 11 രൂപ അവിടെ EMI ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് തുക അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. ഇനി ജനുവരി 4-ാം തീയതിയും അതുപോലെ തന്നെ ഫെബ്രുവരി 4-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ EMI വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിവിടെ EMI വരുമ്പോൾ നമ്മൾ ഈ പൈസയുടെ ആവശ്യം ഏറ്റവും കൂടുതലുള്ള മനുഷ്യർ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എടുത്തുചാട്ടമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ റീപേ ഓൾ എന്ന ഓപ്ഷൻ ഇവിടെ കാണും. നമ്മളെ കയ്യിൽ കുറച്ച് പൈസ എങ്ങനെയോ വന്ന് ചേർന്നു. നമ്മളിപ്പോൾ 10 രൂപയാണ് ട്രൂ ബാലൻസ് നിന്ന് EMI എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ EMI 3,000 വെച്ചൊക്കെ അടച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ റീപേ ഓൾ എന്ന് കാണുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു 6-7 ആപ്പിൽ നിന്ന്, ഈ ഒരു ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ചാനലിലുള്ള എല്ലാവരും 6-7 ആപ്പിൽ നിന്നെങ്കിലും ലോൺ എടുത്ത് കാണും. ഇതിൽ നിന്ന് എടുത്ത് ട്രൂ ബാലൻസ് മണി വ്യൂവിൽ അടയ്ക്കുക, മണി വ്യൂവിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാഷ് ഫിന്നിൽ അടയ്ക്കുക, സ്റ്റാഷ് ഫിന്നിൽ നിന്ന് എടുത്തിട്ട് ബ്രാഞ്ചിൽ അടയ്ക്കുക. അങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. ഭൂമി കറങ്ങുന്നതിനെക്കാട്ടിയും സ്പീഡിലാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, അത് നമ്മുടെ ആ ഒരു ജീവിത സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ശൈലി അങ്ങനെയാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആവശ്യങ്ങളിൽ പലതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിലെ ആൾക്കാർക്ക് പറ്റിയ ഒരു അബദ്ധങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, റീപേ ഓൾ എന്ന ഓപ്ഷൻ ഇവിടെ പ്രസ് ചെയ്തു, ഒരുമിച്ച് പേ ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എമൗണ്ട്, ഫോഴ്സ് ക്ലോസ് ഫ്രീ എല്ലാം ഇവിടെ 523 ഫോഴ്സ് ക്ലോസ് ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞ് പേ ചെയ്തു. പേ ചെയ്ത സമയത്ത് എന്താ പറ്റിയത്, ട്രൂ ബാലൻസ് മുഴുവനും അവർ ബ്ലോക്ക് ചെയ്തു. ഇനി 1 മാസം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ അവർ ട്രൂ ബാലൻസ് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരുമിച്ചൊരു വലിയ തുക എടുത്തതിന് ശേഷം
നമ്മൾ സ്കൂട്ടാകാനുള്ള ശ്രമമാണെന്ന് അവർ കരുതും. ഓക്കെ, ഒരിക്കലും നമ്മളൊരു അറിയാം, നമ്മളൊരു ബാങ്കിൽ നിന്നൊരു 2 ലക്ഷം രൂപ ലോൺ എടുത്താൽ നമ്മളൊരു 2 EMI കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഈ ഒരു 1 ലക്ഷം രൂപ ചിലപ്പോൾ 36 മാസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 4 വർഷത്തേക്കായിരിക്കാം, അങ്ങനെ പല EMI ആയിട്ട് അടയ്ക്കും. നമ്മളത് വലിയ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെറിയ എമൗണ്ടാണ്. അപ്പോൾ 15 രൂപ അല്ലെങ്കിൽ 10 രൂപയിലുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അടയ്ക്കും. നമുക്കത് അവർ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് അടയ്ക്കാമെന്ന് വെച്ചാൽ ഇതിൽ നിന്നും കിട്ടത്തില്ല. പിന്നെ ബ്രാഞ്ചിലും EMI ഡ്യൂ ആയി, സിബിലും പോയി, അങ്ങനെയാണ് മിക്കുള്ള ആൾക്കാർക്കും പണി കിട്ടുന്നത്. അപ്പോൾ ആ പണി നിങ്ങൾ മേടിക്കാതിരിക്കുക. പിന്നൊരു കാര്യം, നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, ഈ ക്യാഷ് ലോൺ, അതായത് സാലറി ഇല്ലാതെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു 75% ആൾക്കാർക്കും 15,000 രൂപ വരെ ട്രൂ ബാലൻസ് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ട് അപൂർവമായിട്ട് കൊടുത്തിട്ടുണ്ട്. 50,000, 75,000, 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് റെയർ കേസുകളാണ്. ഈ നോർമലി ഇപ്പോൾ നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാരന് ട്രൂ ബാലൻസ് സാലറി ഇല്ലാതെ 15,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു EMI ഡ്യൂ ഇല്ല, നമ്മുടെ സിവിൽ ട്രാക്ക് എല്ലാം പക്കയാണ്, ഒരു ഇഷ്യൂസും ഇല്ലെങ്കിലും 15,000 കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് വിടും. അത് അവരുടെ ഒരു രീതിയാണ്. നമുക്കതിലൊന്നും എന്താ പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് RBIയിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, നമ്മുടെ സിബിൽ ക്ലിയർ ആണ്, പക്കയാണ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാം. പക്ഷേ അവർ രക്ഷയില്ല. എന്നാലും അവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനിൽ അറിയാമല്ലോ, ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കാണിക്കാം. അതേപോലെ തന്നെ ട്രൂ ബാലൻസും കാണിക്കുന്നത്. ബ്രാഞ്ചും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പല ആൾക്കാർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ EMI ആ സമയത്തിന് അടയ്ക്കുക. നിങ്ങൾ എടുത്ത് ചാടരുത്. ഒരിക്കലും EMI ഒരുമിച്ച് അടയ്ക്കരുത്. നിങ്ങൾ പൈസ കിട്ടി മറ്റേതെങ്കിലും ആപ്പിൽ നിന്ന് അടയ്ക്കാൻ, മറ്റേതെങ്കിലും ആപ്പിൽ അടയ്ക്കാനാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഉപായം നോക്കുക, വഴികൾ നോക്കുക. ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരുമിച്ച് അടച്ച് എടുക്കരുത്. അത് നിങ്ങൾ EMIയുടെ അന്ന് തന്നെ അടയ്ക്കുക. EMIയുടെ 5 ദിവസം പിന്നിൽ ഒന്നും അടയ്ക്കരുത്. EMIയുടെ അന്ന് തന്നെ അടയ്ക്കുക. പിന്നെ ട്രൂ ബാലൻസിൽ ഒരു 2 ദിവസമൊക്കെ നമ്മളിപ്പോൾ EMI അടച്ചില്ലെങ്കിൽ അവർ സിബിലിൽ എന്താ പറയുന്നത് ഇഷ്യൂ ആക്കില്ല. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ അവർ സിബിലിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ആകെ കുളമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ കൊതിപ്പിക്കാനായിട്ട് ഇതിൻ്റെ താഴെ റീപേ യുവർ ലോൺ എന്ന് ബാക്കി എമൗണ്ട് അടച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലെവൽ 11 പറഞ്ഞ് കാണിക്കും. കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. നമ്മളിത് കാണുമ്പോൾ ഓക്കെ ലെവൽ 11 11 എന്ന് പറഞ്ഞ ഒറ്റ ക്ലിക്കാണ് എന്താ പറയുക, നമ്മുടെ എമൗണ്ട് അടയ്ക്കുകയാണ്. ഒന്നും കിട്ടില്ല, അവിടെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ കാണിക്കും. ഇതെല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. ഓക്കെ, ട്രൂ ബാലൻസ് ലോണൊക്കെ കൊടുക്കും. നല്ല രീതിയിൽ ലോൺ, നമ്മുടെ എമർജൻസി കേസിന് ലോണെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കും. അത് കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു 3 സൈക്കിളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ EMI അടയ്ക്കുക. ചിലപ്പോൾ 1,500 നമ്മൾ ആദ്യം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് അടച്ചാൽ ചിലപ്പോൾ ഒരു 3,000 കിട്ടും. അതും ഒരുമിച്ച് അടച്ചാൽ ചിലപ്പോൾ ഒരു 5, 7 ആ റേഞ്ച് കിട്ടും. അപ്പോൾ അതൊന്നും ഒരുമിച്ച് അടയ്ക്കാതിരിക്കുക. ആ EMIയിൽ തന്നെ അടയ്ക്കുക. എന്ത് തന്നെയായാലും നഷ്ടം നമുക്ക് വരില്ല. നമ്മൾ എങ്ങനെ അടച്ചാലും ആ ഒരു അടയ്ക്കുന്ന ആ ഒരു തുക തന്നെയാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തിന് ഏത് ആപ്പിൽ നിന്നായിട്ടും മുൻകൂട്ടി അടയ്ക്കാതിരിക്കുക. അത് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ അതിൽ നിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.